प्रेज़ द लॉर्ड। मेरा नाम श्वेता है और मैं दिल्ली से बिलोंग करती हूँ और मुझे ये बहुत अच्छा मौका मिला है कि मैं इस चैनल के द्वारा क्राइस्ट ब्लेसेस के द्वारा मैं अपने टेस्टिमनी को, अपने जीवन की गवाही को आपके सामने प्रस्तुत करती हूँ, जिसके द्वारा परमेश्वर आपको भी ब्लेस करे। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ശ്വേത എന്നാണ്. ഞാൻ ഡൽഹി പട്ടണത്തു നിന്ന് വരുന്നു. കർത്താവിൻ്റെ വചനം എൻ്റെ സാക്ഷ്യത്തിൽ കൂടെ പങ്കുവയ്ക്കുവാൻ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനൽ മുഖാന്തരമായതിന് ഞാൻ കർത്താവിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. और मैं परमेश्वर का धन्यवाद करती हूँ कि उसने मुझे चुना और उसका आत्मा मुझ पर है, इसलिए उसने मेरा अभिषेक किया है. കർത്താവിനെ തിരഞ്ഞെടുക്കുകയും കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ പകരുന്നതിനും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. हम पहले परमेश्वर को नहीं जानते थे, बट कुछ समस्या आने से हम परमेश्वर यीशु को जाने. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശുവിനെ അറിയുന്നവരായിരുന്നില്ല. എന്നാൽ ജീവിതത്തിലെ ചില പ്രതികൂലങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ അടുത്തിലേക്ക് കടന്നു വന്നു. और वो रीज़न हमारे लाइफ में सिकनेस था. രോഗമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലം. और उस दौरान मेरे मौसी को बहुत कैंसर का प्रॉब्लम था. 3rd स्टेज उनको कैंसर था. എൻ്റെ മാതാവിൻ്റെ സഹോദരിക്ക് 3rd സ്റ്റേജ് ക്യാൻസർ വന്ന് ആ രോഗമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ യേശുവിലേക്ക് കൊണ്ടുവന്നത്. हमने दिल्ली के बड़े एम्स में उनका इलाज कराया, बट डॉक्टरों ने जवाब दे दिया कि मुश्किल है उन्हें बचाना. ഞാൻ എയിംസ് എന്ന് പറഞ്ഞ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ മാതാവിൻ്റെ സഹോദരിക്ക് ചികിത്സ ചെയ്തെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു യാതൊരു രക്ഷയുമില്ല. पर जिस प्रकार एलिया के लिए परमेश्वर ने उस कौवे को रखा था कि उसको समय समय पे भोजन दिया जाए, കർത്താവ് ഏലിയാവിന് കാക്കയെ അയച്ച് സമയാസമയം ഭക്ഷണം കൊടുത്തതുപോലെ उसी प्रकार परमेश्वर ने मेरे लिए एक अपने दास को रखा था. ദൈവത്തിന്റെ ഒരു ദാസനെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചു. और जब हम डॉक्टर की नकारात्मक बातों को लेकर रिपोर्ट के साथ हम बस में यात्रा कर रहे थे, ഞങ്ങൾ ഒരു റിപ്പോർട്ടും പിടിച്ചുകൊണ്ട് ഡോക്ടറിനെ കണ്ട് വിഷമത്തോടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ उसी दौरान परमेश्वर के एक दास ने मेरे हाथ में उस रिपोर्ट को देखा और मुझसे पूछा, ആ റിപ്പോർട്ട് കണ്ടിട്ട് ഒരു ദൈവത്തിന്റെ ദാസൻ എന്നോട് ചോദിച്ചു, ये आपके हाथ में क्या है और आप इतना उदास क्यों खड़ी हैं बेटी? നിന്റെ കയ്യിൽ എന്താണ് ഈ റിപ്പോർട്ട് ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രിയ മകളെ നീ വളരെ വിഷമത്തോടായിരിക്കുന്നത്? उस समय मेरा मन बहुत व्याकुल था और मैंने सोचा कि अननोन पर्सन मुझसे क्यों बातें कर रहा है. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ അറിയാൻ വയ്യാത്ത മനുഷ്യൻ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? और उन्होंने मेरी इस बात को कैच कर लिया कि लड़की मुझसे बात करने में अनकंफर्टेबल है. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി, ഈ പെൺകുട്ടിക്ക് എന്നോട് സംസാരിക്കുവാൻ താല്പര്യമില്ല എന്ന്. बट फिर भी उन्होंने मुझे बोला कि आपकी समस्या को आप प्रभु यीशु मसीह के पास लेके जाओ, वो आपको चंगा करेगा. എങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ ആവശ്യം എന്തായാലും അത് യേശുവിന്റെ കയ്യിൽ കൊടുക്കുക, ദൈവം നിനക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. और कुछ कहने के बाद ही वो नेक्स्ट स्टॉप पे उतर गए. അടുത്ത സ്റ്റോപ്പിൽ ഈ ദേവദാസനെ ഇറങ്ങുകയും ചെയ്തു. और जब हम घर पहुंचे तो मेरी मासी दर्द से बहुत पीड़ित थी. എൻ്റെ അമ്മയുടെ സഹോദരി വളരെ വേദന കൊണ്ട് നിറഞ്ഞ് വളരെ വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു വീട്ടിൽ और ചെന്നപ്പോൾ. उस समय हम उनके मृत्यु का इंतजार कर रहे थे कि इनकी कब सांसें बंद हो जाए. ഇവളുടെ മരണമെന്ന്, എൻ്റെ അമ്മ ആ സഹോദരിയുടെ മാതാവിന്റെ മരണമെന്ന് നടക്കുമെന്ന്, അവരുടെ ശ്വാസം എന്ന് നിലയ്ക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലം. लेकिन पवित्र आत्मा ने मुझे स्मरण दिलाया എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഓർമ്മ എനിക്ക് തന്നു, कि तुम चर्च जाओ, നീ ചർച്ചിൽ പോകണം, प्रार्थना करवाओ. നീ പ്രാർത്ഥിക്കണം. हम अपने घर के आसपास के चर्चों को ढूंढने गए और एक चर्च में हम गए. ഞാൻ എൻ്റെ അടുത്തുള്ള ചർച്ചുകൾ തിരക്കി, അതിലൊരു ചർച്ചിൽ ഞാൻ പോയി. और जो असहनीय दर्द मेरे मासी को हो रहा था, എൻ്റെ മാതാവിന്റെ സഹോദരിക്ക് ഉണ്ടായിരുന്ന ആ വേദന ചുമർന്നുകൊണ്ടുപോയി. हमने उस पादरी को बताया. അവിടുത്തെ ദേവദാസനോട് പറഞ്ഞു. उस पादरी ने एक गिलास पानी लिया ആ ദേവദാസൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് और बहुत ही पावरफुली प्रार्थना किया. ശക്തമായി പ്രാർത്ഥിച്ച് और उस पानी को पीने के बाद ആ വെള്ളം കുടിക്കുന്നതിന് ശേഷം उसी वक्त അതേ നിമിഷം मेरी मौसी को आराम मिला. എൻ്റെ മാതാവിന്റെ സഹോദരിക്ക് റിലീഫ് കിട്ടി, ആരാമായി. और लगातार हम उनके चंगाई के लिए चर्च आते रहे. അവരുടെ സൗഖ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചർച്ചിൽ പോകാൻ ആരംഭിച്ചു. जो रिपोर्टें गड़बड़ी थी, എന്തൊക്കെ റിപ്പോർട്ടുകളിൽ പ്രതികൂലമുണ്ടായിരുന്നു, विश्वास की प्रार्थना और चर्च में बने रहने और वचन पे विश्वास करने के द्वारा വചനത്തിലെ വിശ്വാസവും പ്രാർത്ഥനയും ദൈവസഭയിൽ പോകുന്നതും കാരണത്താൽ रिपोर्टें बदलने लगी, റിപ്പോർട്ടുകൾ മാറാൻ തുടങ്ങി, सिचुएशन अच्छी होने लगी. സാഹചര്യങ്ങൾ നന്നാവാൻ തുടങ്ങി. और इस दौरान ആ കാരണത്താൽ हमें എനിക്ക് बपतिस्मा लेने की क्लास मिली. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ബാപ്റ്റിസം സ്നാനത്തിന്റെ ക്ലാസ് എടുത്തു. और मेरे घर में हम टोटल 12-13 लोग हैं. ഞങ്ങളുടെ വീട്ടിൽ 11-12 പേരുണ്ട്. और मैंने ये ठान लिया था कि कुछ भी हो जाए हम बपतिस्मा नहीं लेंगे. എന്തു വന്നാലും സ്നാനപ്പെടത്തില്ലെന്നുള്ളൊരു തീരുമാനമായിരുന്നു ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ. लेकिन परमेश्वर ने मुझे चुना था. എന്നാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. माता की कोख में पड़ने से पहले परमेश्वर ने मुझे മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം എന്നെ കണ്ടു. उस रात पवित्र आत्मा ने मुझे पकड़ लिया. ഒരു രാത്രി പരിശുദ്ധാത്മാവിനെ പിടിച്ചു. मुझे रेस्टलेस कर दिया. ഭയങ്കരമായിട്ടും അനിശ്ചിതത്വവും മനസ്സിനകത്തൊരു റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടായി. परमेश्वर की इस अंतिम आज्ञा को मानने के लिए पवित्र आत्मा ने मुझे बहुत विवश किया. കർത്താവിന്റെ കൽപ്പന ആചരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവ് വളരെയധികം ഇടപെട്ടു. मैं 1 और 2 घंटे बेचैन रही. ഞാൻ 1-2 മണിക്കൂർ ഇങ്ങനെ
നടന്നും പരവേശപ്പെട്ടും ഇരുന്നു. उस समय तक मुझे पवित्र आत्मा के बारे में कोई नॉलेज नहीं था कि हु इज होली स्पिरिट. പരിശുദ്ധാത്മാവ് ആരാണെന്നോ അറിവോ ഒന്നുമില്ലാത്ത സമയം. होली स्पिरिट का काम क्या है, वो बातें कैसे करता है. പരിശുദ്ധാത്മാവ് എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ സംസാരിക്കുന്നു എനിക്കറിയില്ല. मैं 2 hours परेशान होने के बाद ഞാൻ 2 മണിക്കൂർ വേദനപ്പെട്ട് പരവേശപ്പെട്ടതിന് ശേഷം मैंने अपना मोबाइल उठाया ഞാൻ എൻ്റെ മൊബൈൽ എടുത്തു. और मैंने अपने पास्टर को फोन किया. ഞാൻ എൻ്റെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ मुझे बपतिस्मा चाहिए. എനിക്ക് സ്നാനം എടുക്കണം. पास्टर बोले अभी थोड़ा टाइम लो. പാസ്റ്റർ പറഞ്ഞു കുറച്ച് സമയം നീ വെയിറ്റ് ചെയ്യ്. आप घर का छोटा लड़की हो, इतना बड़ा डिसीजन मत लो. നീ വീട്ടിലെ ഏറ്റവും ചെറിയവളാണ്, നീ ഇത്രയും വലിയൊരു തീരുമാനം ചാടി കയറി എടുക്കരുത്. बहुत सारे बैरियर्स को पास्टर ने बताया. आप लड़की है, अनमैरिड है, आप फादर के घर में बिलीव नहीं करते. പാസ്റ്റർ അനേക തടസ്സങ്ങൾ എൻ്റെ മുമ്പിലിട്ടു. നീ അവിവാഹിതയാണ്, നീ ചെറുപ്പക്കാരിയാണ്, നീ നിന്റെ അപ്പൻ്റെ കൂടാണ് താമസിക്കുന്നത്, നീ ചാടി കയറി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തടസ്സങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചു. बट मैंने बहुत विश्वास के साथ बोला. എന്നാൽ ആ സമയത്ത് വളരെ വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു, चाहे कुछ भी हो जाए मैं बपतिस्मा लूं. എന്ത് സംഭവിച്ചാലും ഞാൻ സ്നാനമെടുക്കും. तब मेरे घर में ആ സമയത്ത് मेरे पापा ने मुझे बहुत परेशान किया. എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. मुझे चर्च जाने से रोकते थे, बाइबल पढ़ने से मना करते थे. ചർച്ചിൽ പോവാനോ ബൈബിൾ വായിക്കാനോ അനുവദിക്കാത്ത ഒരു കാലമായിരുന്നു അത്. वो बोलते थे मेरे घर में तू बाइबल मत पढ़. എൻ്റെ വീട്ടിൽ ബൈബിൾ നീ എടുക്കാൻ പാടില്ല. तुम घर का बाहर एक गार्बेज का प्लॉट उधर जाके पढ़ो. വീട്ടിനകത്ത് ബൈബിൾ എടുക്കാൻ പറ്റത്തില്ല, കച്ചറ ഇടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിരുന്ന് വേണം വായിച്ചോണം. लेकिन उस समय मैं बाइबल पढ़ रही थी, मैंने बंद करना सही नहीं समझा. എനിക്ക് ബൈബിൾ അടച്ചു വെക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു, അത് ശരിയല്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. और मेरे पास बाइबल भी है और पापा ने इस बाइबल को नष्ट करने का कोशिश എൻ്റെ किया. അപ്പൻ എൻ്റെ ബൈബിൾ വലിച്ചു കീറി, അതിന്റെ സാക്ഷ്യമാണ് ഈ ബൈബിൾ. और उस दौरान पापा ने बोला, मुझे चैलेंज किया, तू चर्च जाएगी. പപ്പായനോട് ചോദിച്ചു നീ പോകുമോടി ചർച്ചില്. और मैं चुप रही. ഞാൻ മിണ്ടിയില്ല. उन्होंने फिर मुझे बोला तू चर्च जाएगी. നീ പോകുമോടി ചർച്ചില്. പിന്നെയും ചോദിച്ചു. तभी मुझे परमेश्वर का एक वचन याद आया. അന്നേരത്തിന് എനിക്ക് പെട്ടെന്ന് വചനം എൻ്റെ അകത്ത് വന്നു. जो मनुष्य मेरा नाम मानने से मना कर देगा, मैं भी उसको स्वर्गीय पिता के आगे इनकार कर दूंगा कि मैं तुझे नहीं जानता. എൻ്റെ നാമത്തെ ത്യജിക്കുന്നവനെ ഞാൻ പിതാവിന്റെ മുമ്പിലും ത്യജിക്കും എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ വന്നു. वो वचन स्मरण आते ही मैंने डैड को बोला हाँ मैं चर्च जाऊंगी. ഞാൻ ആ വചനം ഓർമ്മയിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു അതെ അപ്പാ ഞാൻ ചർച്ചിൽ പോകും. वो बहुत गुस्से में आ गए ഭയങ്കര ദേഷ്യത്തിലായി. और मेरे लेफ्ट हैंड को पूरा ऐसे फोल्ड किया എൻ്റെ കൈ പിടിച്ച് വളച്ച് പുറമോട്ട് തിരിച്ചു. और मुझे स्लैप किया बहुत तेज. എന്നെ അടിച്ചു ചെപ്പി കിട്ടിക്കിട്ട്. और उस समय बोला तू अभी भी चर्च जाएगी. പോകുമോടി ഇനി നീ ചർച്ചില്. मैंने बोला हाँ पापा मैं चर्च जाऊंगी. പറഞ്ഞു ഇല്ല പപ്പാ ഞാൻ ചർച്ചിൽ പോകും. इस दौरान मुझे और मारने के लिए आगे बढ़े. എന്നെ വീണ്ടും അടിക്കാനായിട്ട് കാല് മുൻപോട്ട് വെച്ചു. तब मेरी फैमिली ने आके मुझे होल्ड किया. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ എൻ്റെ കുടുംബം വന്ന് എൻ്റെ കാല് और इस എന്നെ दौरान പിടിച്ചു. मैं पापा के लिए प्रेयर करती रही പപ്പായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. कि परमेश्वर യേശുവേ मैं विश्वास कर रही हूँ ഞാൻ വിശ്വസിക്കുന്നു मेरा घराना भी उद्धार पाना चाहिए. എൻ്റെ കുടുംബക്കാർ മുഴുവനും ഉദ്ധാരണം പ്രാപിക്കണം. और परमेश्वर की महिमा हुई. കർത്താവിന്റെ മഹത്വത്തിന് പറയട്ടെ, कुछ महीने बाद ही ചില മാസങ്ങൾക്ക് ശേഷം मुझे केरला पुलाड़ आने का एक अवसर मिला. കേരളത്തിലെ പുല്ലാടിലേക്ക് വരുവാൻ എനിക്കൊരു അവസരമുണ്ടായി. एक लड़की होने के द्वारा मैं दिल्ली से केरला अकेले ट्रेवल नहीं कर सकती थी. ഒരു സ്ത്രീ ആയതുകൊണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് തന്നെ ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ വരെ വരാൻ അനുവാദമില്ല. मैंने परमेश्वर से प्रार्थना किया. പ്രാർത്ഥന ചെയ്തു കർത്താവിനോട്. जो लोग मेरा जिंदगी का बाधा कर रहे प्रभु यीशु मसीह के लिए, കർത്താവിന്റെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ യേശു നിമിത്തം ഉണ്ടായാലും वो खुद मुझे आपके भवन में ले जाए. അവരെന്നെ വിളിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകണം. और परमेश्वर ने ऐसा किया भी. ദൈവം അത് ചെയ്തു. पापा और मैं പപ്പായും ഞാനും फर्स्ट टाइम ആദ്യമായി केरला पुलाड़ आया. കേരളത്തിലെ പുല്ലാട്ടിലേക്ക് വന്നു. 10 डे कैंप लिया हम लोग. 10 ദിവസത്തെ ക്യാമ്പ് പങ്കെടുത്തു. परमेश्वर का जीवित वचन ദൈവത്തിന്റെ ജീവനുള്ള വചനം उनके हार्ट को टच किया. അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. उनके अशुद्ध मन को शुद्ध किया. അവരുടെ അശുദ്ധമായ മനസ്സിനെ और ശുദ്ധമാക്കി. 1 साल तक प्रभु के वचन को सुनते गए, समझते गए, ज्ञान को प्राप्त किया उन्होंने. ഒരു വർഷം ബൈബിൾ വായിച്ചു, കേട്ടു, അത് മനസ്സിലാക്കി. और पास्टर बेंसी के द्वारा उन्होंने बैप्टिज्म लिया. പാസ്റ്റർ ബെൻസി മുഖാന്തരമായി അവർ സ്നാനമേറ്റു. और इस दौरान हमें बहुत सारी यात्रा को साथ में करने का परमेश्वर ने मौका ഈ ഒരു അവസരത്തിൽ കർത്താവ് അനേക യാത്രകൾ ഒരുമിച്ച് ചെയ്യുവാൻ അവസരമൊരുക്കി. और जब मैं दोबारा पुलाड़ केरला कैंप में आई ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പുല്ലാട്ട് കേരളത്തിൽ ക്യാമ്പിന് വന്നപ്പോൾ 2025 में, അത് 2025 तब मुझे परमेश्वर के एक दास ने मुझे एक भविष्यवाणी दी. ദൈവത്തിന്റെ ദാസൻ ഒരു പ്രവചന ശബ്ദമായി എന്നോട് പറഞ്ഞു, परमेश्वर आपको ऊंचा करने जा रहा നിന്നെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുന്നു. है. वो आपसे अद्भुत काम कराने जा रहा നിന്നിൽ है. കൂടെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ मैंने उस ആഗ്രഹിക്കുന്നു. वचन को पकड़े रहा और प्रार्थना करती रही. ഞാൻ ആ വചനം ഏറ്റെടുത്തു, പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. कुछ समस्या ऐसा आया, ചില പ്രതികൂലങ്ങൾ കടന്നു വന്നു. परमेश्वर ने मेरे लिए उस मार्ग को खोल के दिया. ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നു. और मैं परमेश्वर पिता का धन्यवाद करती हूँ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു.
वो भविष्यवाणी मेरे जीवन में पूरा ആ हुआ। പ്രവചനം എൻ്റെ ജീവിതത്തിൽ സത്യമായി. परमेश्वर ने मुझ पर अपने कलेशिया को खड़ी किया കർത്താവിന്റെ ഒരു സഭയുടെ ആരംഭമായി ദൈവം എന്നെ ഉപയോഗിച്ചു. और थोड़े ही समयों में ചെറിയ സമയം കൊണ്ട് 25 से 30 लोग हमारे चर्च में आते हैं ഇന്ന് 30 പേര് കൂടുന്ന ഒരു ദൈവസഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു. और जो वचन को हमने सीखा जाना ഞങ്ങൾ പഠിച്ചതും കേട്ടതുമായ വചനം उस ट्रुथ को हम पीपल के पास लेके जाए ദൈവത്തിന്റെ ജനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. और उनके जीवन में भी परमेश्वर अद्भुत काम അവരുടെ ജീവിതത്തിലും ദൈവം അത്ഭുത കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. और मैं परमेश्वर पिता का फिर से धन्यवाद करती हूँ ഞാൻ കർത്താവിന് വീണ്ടും മഹത്വവും നന്ദിയും കൊടുക്കുന്നു. कि पुलाड केरला में मुझे तीसरी बार आने का अवसर दिया। മൂന്നാമത്തെ പ്രാവശ്യവും പുല്ലാട് കേരളത്തിൽ വന്ന് ബൈബിൾ സ്കൂൾ പഠിക്കുവാൻ ദൈവം അവസരം और ഒരുക്കുന്നു. जब मैं 2 बार आई तो मैं एक विद्यार्थी के समान शिक्षा को लेती थी, രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഒരു വിദ്യാർത്ഥിയായി ഇവിടെ ശിക്ഷണം എടുക്കാനായിട്ട് വന്നു. परंतु परमेश्वर अब मुझे सिखाने का अवसर दे रहा है। ഈ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കോഴ്സ് പഠിപ്പിക്കാനായിട്ടുള്ള അവസരവും Give ദൈവം me എനിക്ക് തന്നു. opportunity to make a disciple। ഒരു കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയെ ഒരു ശിഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം. और मैं परमेश्वर का धन्यवाद करती हूँ कि കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. जो उसने मुझे वायदा दिया ദൈവം പറഞ്ഞ വാക്തത്വവും വാക്കും उसने मुझे पूरा भी ആ करके വാക്ക് दिखाया। പൂർത്തീകരിക്കുന്ന ദൈവമാണ്. मैं एक वचन पढ़ूंगी आपके सामने, ഞാനൊരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. बुक ऑफ एक्ट्स അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13 verses 47। 13:47. मैंने तुझे अन्य जातियों के लिए ज्योति ठहराया है ഞാൻ നിന്നെ അന്യജാതികൾക്ക് ഒരു വിളക്കായി മാറ്റുക, ताकि तू पृथ्वी के छोर तक നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം उद्धार का द्वार हो। ഉയർച്ചയുടെ വാതിലാകും. और ये वचन मेरे परमेश्वर ने मुझे दिया, ദൈവം ഈ വചനം എനിക്ക് തന്നു. और ये वचन को पूरा करने के लिए परमेश्वर साक्षी है। ദൈവം തന്ന വാക്തത്വം പൂർത്തീകരിക്കുവാൻ ദൈവമാണ് സാക്ഷി. मेरी जिंदगी की ये एक टेस्टमनी है। ഇതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. परमेश्वर हमें अगर किसी समस्या में लाता भी है ദൈവം ഏതെങ്കിലും ഒരു സാഹചര്യമോ പ്രതികൂലമോ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ तो हम उस समस्या को पार करके प्रभु यीशु मसीह के और नजदीक जाते हैं। ദൈവത്തിനെ അതിനിൽ കൂടെ നിങ്ങളെ കടത്തി യേശുവിനോട് അടുപ്പിക്കുവാൻ അതൊരു മുഖാന്തരമാകും. परमेश्वर का वचन बोलता है प्रभु जिससे प्यार करता है उसको ताड़ना भी देता है। ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ശിക്ഷണം കൊടുക്കുമെന്ന വചനം പഠിപ്പിക്കുന്നു. इसलिए मेरे जीवन में अब कोई भी परेशानी आने से എന്ത് പ്രതികൂലം എന്റെ ജീവിതത്തിൽ വന്നാലും मैं परमेश्वर पे सवाल नहीं करती व्हाई गॉड, ഞാൻ കർത്താവെ എന്തുകൊണ്ടെന്ന് ചോദിക്കാറില്ല. व्हाई ओनली विथ मी। എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്ന് ചോദിക്കാറില്ല. അത് ഞാൻ ചോദിക്കത്തില്ല. मैं परमेश्वर का धन्यवाद करती ഞാൻ ദൈവത്തിന് ആ സാഹചര്യത്തിന് നന്ദി हूँ പറയും. बिकॉज आई नो वन वर्ड्स, എനിക്കൊരു കാര്യം ഉറപ്പാ, परमेश्वर की योजना मेरे लिए हानि और नाश की नहीं है, भलाई ही के लिए। ദൈവത്തിന്റെ ആഗ്രഹം എന്റെ ദോഷത്തിനല്ല എന്റെ നന്മയ്ക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं परमेश्वर का धन्यवाद करती हूँ। കർത്താവിന് ഞാൻ മഹത്വവും നന്ദിയും കൊടുക്കുന്നു. परमेश्वर मुझे हर एक मुसीबतों से परेशानियों से बचाते हुए यहाँ तक लेके आया है। കർത്താവ് എന്നെ മാറ്റി, എന്നെ വിടുവിച്ചു, എന്നെ രക്ഷിച്ചു, എന്നെ ഇവിടെ വരെ എത്തിച്ചു. और मुझे इसी तरह आगे अपने विश्वास में मजबूत बने रहने में मदद कर। കർത്താവ് എന്നെ ഇനിയും നടത്താൻ വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं पास्टर अनीस का भी धन्यवाद करती हूँ, പാസ്റ്റർ അനീഷിന് നന്ദി പറയുന്നു. इस चैनल के द्वारा, ഈ ചാനൽ മുഖാന്തരം, क्राइस्ट ब्लेसेस के द्वारा ക്രൈസ്റ്റ് ബ്ലസ്സസിന് मेरी മുഖാന്തരം इस जिंदगी की गवाही को ഈ സാക്ഷ്യം आपके सम्मुख रखने के लिए एक मौका दिया। നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കിട്ടിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. मेरी इस गवाही से परमेश्वर आप सबको भी ब्लेस करे। ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. പ്രൈസ് ദി ലോർഡ്.